ഈ കേരളത്തിൽ കുറച്ച് ഈ തൊലിഞ്ഞ യൂട്യൂബർമാരുണ്ട്. ഒരുത്തൻ്റെ പേര് എന്താ ലൈഫ് ഓഫ് അനന്തു, പിന്നെ രാജ് ടോക്സ്, വിവി ഹിയർ, പിന്നെ ഒരു പരിധി വരെയൊക്കെ ഈ സീക്രട്ട് ഏജൻറ്റ്, ഇങ്ങനെ കുറേ മതി. കുറേ ഇതിലും വേറെ കുറേ ആൾക്കാർ കാണും. പിന്നെ ഞാൻ പേരെടുത്തറിയാവുന്ന പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇവന്മാരെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് കിടക്കുന്നവരെ ചവിട്ടുക എന്നുള്ളതാണ് പരിപാടി. ആരെങ്കിലും ഉണ്ട് വീട് കിടക്കുക, ചോദിക്കാനും പറയാനൊന്നുമില്ല, ആരുമില്ല, അവരെ കയറി അങ്ങ് ചൊറിയും. എന്നിട്ട് അവരുടെ ഒരു വീഡിയോ ക്ലിപ്പോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു തൊപ്പിയും വെച്ചിട്ട് ഇങ്ങനെ കുഴിഞ്ഞിരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരെന്തിനാണ് തൊപ്പി വെക്കുന്നത്? നമ്മളൊക്കെ വെക്കുന്നത് ഇവിടെ തണുപ്പായുണ്ടാവും. നീയൊക്കെ എന്തോ മറക്കാനാണ് ഈ തൊപ്പി വെക്കുന്നത്? തൊപ്പി ഇല്ലാതെ തൊപ്പി ഉരിയിട്ട് അങ്ങോട്ടിരിക്കും. തൊപ്പിയും വെച്ചിട്ട് കളർ തൊപ്പിയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഉമ്മാരെന്തോ പറയുന്നത്? ആ ഓഡിയോ ക്ലിപ്പോ അല്ല വീഡിയോ ക്ലിപ്പോ അതിങ്ങനെ കേൾപ്പിക്കും, എന്നിട്ട് പോസ് ചെയ്യും, എന്നിട്ട് കൊണ എന്ന് പറയും. എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു പവർഫുള്ളായിട്ട് ഒരാളെ ഒന്നും പറയത്തില്ല. അല്ലെ പിന്നെ അങ്ങ് കിടക്കുന്ന സേഫ് അലിക്കാനെ പറയും. അവന് കുത്തുകൊണ്ട് കുറേ നാളായിട്ട് ഇവന്മാരുടെ ഭയങ്കര ചർച്ചയാണ്. പിന്നെ ആരെയാണ് പറയുന്നത്? പിന്നെ ഈ മോഹൻലാലിനെ പറിക്കുന്നതാണ്. മോഹൻലാലിനെ ഇപ്പോൾ എല്ലാവരും വഴിയെ പോകുന്ന കൊച്ചു പിള്ളേരും എല്ലാവരും കയറി മാന്തിയിട്ട് പോകും. കാരണം പുള്ളിയുടെ ഇപ്പോൾ ഫാൻസ് ഒന്നും അത്ര പവർഫുൾ അല്ലെന്ന് തോന്നുന്നു. ഇനി അല്ല അയാൾക്കൊരു ഹിറ്റൊക്കെ കിട്ടണം. ഇപ്പോൾ ഫാൻസിന് തന്നെ പുള്ളിയെ വേണ്ടാത്തൊരവസ്ഥ. അതുകൊണ്ട് പുള്ളിയെ കയറി ചൊറിയും. പിന്നെ മാർക്കോ, ഇപ്പോൾ ഒരിടയ്ക്ക് മൊത്തം മാർക്കോ കണ്ടിട്ട് കുറ്റം പറയുന്നവരെ മൊത്തം എടുത്തു വെച്ച് അങ്ങ് അലക്കുക, ഊക്കുക. ഇതൊക്കെ ഇവന്മാരുടെ ഒരു ഭാഷ, ഊക്കുക. ഇവരുടെ ഒരു ആസ്ഥാന ഭാഷയാണ് ഊക്കൽ. ഇവന്മാർ വലിയ ഊക്കൽ രാജാക്കന്മാരാണ്. കുറേ പറയന്മാർ ഒരു പിന്നെ മറ്റേ കമാൽ പാഷ ഒരു സമയത്ത് പറഞ്ഞ, അയാൾ നിയമപരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്, തൂക്കിക്കൊല വേണോ. അതിനെ എടുത്തു വെച്ചിട്ട് അങ്ങ് ഇമോഷണലായിട്ട് അങ്ങ് എടുത്തു വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കും. അങ്ങ് ഗ്രീഷ്മ അതാ ഇവന്മാരെ കൊണ്ടുവന്ന് നേരിട്ട് കൊണ്ടുവന്ന് അവളെ അങ്ങ് തൂക്കിക്കൊല്ലട്ടത്. എന്തുവാ ഇത്? ഒരാളെ ഉണ്ടാക്കുന്നതിന് ഒരു ക്രൈം നടന്നു, ഓക്കെ, അതിന് കോടതി ശിക്ഷിക്കുന്നു, അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവർ ഇമോഷണലായിട്ട് ചിന്തിക്കുകയാണ്. ഇവന്മാർ വഴി പോകുന്നവന്മാരൊക്കെ ഇരുന്നിട്ട് എന്തുവാ ഇവന്മാർക്ക് ഇത് എന്തിൻ്റെ ചൊറിച്ചില്ലാന്നാണ് മനസ്സിലാവാത്തത്. ഇതുപോലെ എന്നാ പറയുന്ന ചെകുത്താനൊക്കെ നല്ല ഒരു നിലവാരമുള്ള, അവൻ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾക്കും അവൻ സംസാരിക്കുന്ന വിഷയത്തിനുമൊക്കെ ഒരു പ്രസക്തിയുള്ള അങ്ങനെ നല്ല കുറേ യൂട്യൂബർമാരുണ്ട്. അതിനിടയ്ക്ക് ഏതോ ഒരുത്തരെ അത് പണ്ടങ്ങാണ്ട ഈ മൈത്രേയൻ എന്തോ കാര്യം പറഞ്ഞ് അയാൾക്കിട്ട് ചൊറിയാൻ വന്ന് അയാളെ കുറേ ചൊറിഞ്ഞ് വലിയ സയൻസൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോ ഒക്കെ ഇട്ട് അയാൾക്കിട്ട് ചൊറിച്ചില്ലായിരുന്നു. ചൊറിഞ്ഞ് അവസാനം കേൾക്കുന്നതുകൊണ്ട് അവനെ പിടിച്ച് അതിൻ്റെ പെണ്ണ് കേസിലെങ്ങാണ്ട് പിടിച്ച് അകത്തിട്ടുന്നു. ഏതോ ഒരുത്തൻ, എൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, എന്തോ ഒരു ഡോക്ടറാണ്. ഇവന്മാരാ അതൊക്കെ പിന്നെ കോട്ടെന്ന് വെക്കാം. അതൊക്കെ ഇച്ചിരി നിലവാരമുള്ളൂ. ഇവന്മാർ കുറേ അമ്മമാർ, ഈ തൊപ്പിക്കാർ കുറേ എണ്ണവന്മാരുണ്ട് വന്നിരുന്നിട്ട് കുണുകുണാന്നൊരു കാര്യമില്ല. അത് വിഷയങ്ങൾക്കൊരു ഇത് എങ്ങനെ ദാരിദ്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ ഈ കണ്ടെടുത്ത് ചെറ്റപ്പൊക്കിയ കഥ ഇതെല്ലാം കൂടെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ആരെങ്കിലും അതിൻ്റെ അടിയിൽ വല്ല തെറിക്കമൻറ്റും വല്ലതും ഇടും, സൈകെട്ട്. എന്നിട്ട് അതിനെ എടുത്തു വെച്ച് റോസ്റ്റ് ചെയ്യാൻ നടക്കുന്നു, അതിനെ എടുത്തു വെച്ചിട്ട് അവരുടെ ഡീറ്റെയിൽ തപ്പിപ്പോകുന്നു, അവർക്കിട്ടുണ്ടാക്കാൻ നടക്കുന്നു. ഇവിടെ ലോകത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. എന്നിട്ട് സബ്സ്ക്രൈബേഴ്സിന് കിടന്ന് ഇരപ്പ്, 2 ലക്ഷം ആകാൻ വേണ്ടിയിട്ട് ഇനിയും വേണം, കുറച്ചുകൂടെ ഉണ്ടാക്കി തള്ളിത്ത. ഇത് ഒരു ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും ഒരു വീഡിയോ കൂടെ ചെയ്യിടയ്ക്ക് ഇങ്ങനെയുള്ള അപരാധം കൂടെ കാണിയിരുന്നു. നമ്മളും കാണും ചിലപ്പോൾ അപരാധമൊക്കെ, ചിലപ്പോൾ ജീവിതം തന്നെ വെറുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവൻ്റെയൊക്കെ ഒരു അപരാധം എടുത്ത് വെച്ച് നമ്മളും കാണും. എല്ലാം അതിനിടയ്ക്ക് കുറച്ച് നല്ല സബ്ജക്റ്റിലൂടെ കൊണ്ടുപോവാം. നീയൊക്കെ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കേട്ടത്. പിന്നെ അതിനിടയ്ക്ക് പിന്നെ വേറൊരു റിട്ടയർഡ് SP ഉണ്ട്. പുള്ളി ഏതെങ്കിലും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഒരു കേസ് കിട്ടി കഴിഞ്ഞാൽ മതി, പിന്നെ ആരെങ്കിലും അവിടെ ഇവിടുന്ന് പറയുന്ന കേട്ടിട്ട് പിന്നെ പുള്ളി കഥകൾ മെനയാൻ തുടങ്ങും. കഥകൾ മെനയും. പിന്നെ മെനഞ്ഞ് പുള്ളി ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി പുള്ളി അതിൻ്റെ പ്രതികളെയൊക്കെ പിടിച്ച് പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കും. കുറേ പുസ്തകം വെച്ച് പുറകിൽ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ അതിനിടയ്ക്ക് ഈ കലാഭവൻ സോവി എന്ന് പറയുന്ന ഒരുത്തരാണ്. അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവനെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൻ കടന്നൊരു ബഹളം വെക്കും, പ്രതികളെല്ലാം പിടിച്ചു മാടയ കോടയ. അപ്പോഴത്തേനും അവൻ പറഞ്ഞ കേട്ടോണ്ട് അവൻ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് കുറേ അവന്മാർ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചു. അവന്മാർ നല്ല തന്തൊക്കെ വിളിച്ച് കാണും. ഇപ്പോൾ പോലീസുകാരെ പണി പിടിപ്പിക്കാൻ പോയവനൊക്കെ അങ്ങോട്ട് ചെന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് റിപ്പോർട്ട് എടുത്ത് അവന്മാർ കൊടുക്കും. യൂട്യൂബർമാർ ഇവന്മാർ എന്താ രാജ് ടോക്സ്. പിന്നെ വേറെ ആരാ ഇവനെ അനന്തു ആരാണ്ടാന്ന് തോന്നുന്നു വിളിച്ചത്. അനന്തുവാണ് ആരെ ഏതോ ഒരുത്തന്നെ, അതോ വിവിയോ ആരെ, ഇവനൊക്കെ എന്തോ ഉള്ള പേരാണോന്ന് ആർക്കറിയാം. അയ്യോ, എന്തായാലും കൊള്ളാം.
യുവന്മാർ കേരളത്തിനെ ഒരു പരുവാക്കും. പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധരായ യൂട്യൂബർമാർ